Hi all, this is Abhay from Propwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Propwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The line integral per unit area along a boundary of small area around a point in vector field A is എന്താണ് ഇവിടെ ലൈൻ ഇന്റഗ്രൽ പെർ യൂണിറ്റ് ഏരിയ അറൌണ്ട് എ ബൗണ്ടറി ഓഫ് എ സ്മോൾ ഏരിയ. ഒരു സ്മോൾ ഏരിയ കൺസിഡർ ചെയ്തിട്ട് അതിന്റെ ചുറ്റുമുള്ള എന്താണ് നമ്മൾ ലൈക് ക്ലോസ്ഡ് ലൂപ്പ് എടുത്തിട്ട് അതിന്റെ ലൈൻ ഇന്റഗ്രൽ കണ്ടു കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുക? കേൾ ഓഫ് എ. ഓക്കെ, കേൾ ഓഫ് എ ആണ് ബേസിക്കലി ഒരു സ്മോൾ ഏരിയയുടെ ലൈക് ലൈൻ ഇന്റഗ്രൽ അറൌണ്ട് ദ ബൗണ്ടറി. ഓക്കെ, അറൌണ്ട് എ പോയിന്റ് കേൾ ഓഫ് എ ആണ്. അപ്പൊ ഓപ്ഷൻ നമ്പർ 3 ആണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ, അതായത് ദ ആംഗുലർ സ്പീഡ് ഓഫ് മോട്ടോർ വീൽ ഈസ് ഇൻക്രീസ്ഡ് ഫ്രം 1200 ദാറ്റ് ഈസ് 1200 RPM to 3120 RPM in 16 seconds. What is the angular acceleration? അപ്പൊ എന്താണ്, ഒരു മോട്ടോർ വീൽ ഉണ്ട്, അതിന്റെ സ്പീഡ് റൊട്ടേഷൻ സ്പീഡ് ആംഗുലർ സ്പീഡ് 1200 നിന്ന് 3120 RPM 16 സെക്കൻഡിൽ കൂട്ടി, ഇൻക്രീസ് ചെയ്തു. അപ്പൊ എന്താണ് ആംഗുലർ ആക്സലറേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെ കാണാം? ω1 നമുക്ക് തന്നിട്ടുണ്ട് 1200 RPM. അപ്പോൾ നമുക്ക് അതിനെ എന്താണ് 2π/60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 40π റേഡിയൻ പെർ സെക്കൻഡ്സ് കൺവേർട്ട് ചെയ്തു നമ്മൾ. അപ്പോൾ എത്രയാണ്? 40π കിട്ടും. അതേപോലെ ω2 റേഡിയൻ പെർ സെക്കൻഡ്സ് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 10π കിട്ടും. നമുക്ക് റേഡിയൻ പെർ സെക്കൻഡ്സ് ആണ് വേണ്ടത്. ടൈം നമുക്ക് തന്നിട്ടുണ്ട് 16. അപ്പോൾ ആക്സലറേഷൻ എത്രയാണ്? ഇത് രണ്ടിന്റെ ഡിഫറൻസ്, ദാറ്റ് ഈസ് ω2 - ω1 ഡിവൈഡഡ് ബൈ ടൈം. ω/t ആണ് A. ഓക്കെ, സോ ω2 - ω1 divided by 16, that is 4π radians per second. ഇതാണ് നമ്മുടെ ആൻസർ. സോ ഫോർത്ത് റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കേട്ടോ ആക്സലറേഷൻ. 4π radians per second സ്ക്വയർ ഫോർത്ത് ഓപ്ഷൻ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ FD സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ദ പാർട്ടിക്കിൾസ് ആർ. നമുക്ക് ഇതേപോലെ ഇതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ BE സ്റ്റാറ്റിസ്റ്റിക്സിന്റെ? സോ അതെന്തായിരുന്നു? ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിരുന്നു, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യില്ലായിരുന്നു, ഐഡന്റിക്കൽ ആയിരുന്നു അല്ലെ. അപ്പൊ FDയുടെ കേസിൽ എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ FDയുടെ കേസിൽ എങ്ങനെയാണ്? ബേസിക്കലി ഇൻഡിസ്റ്റിങ്വിഷബിൾ, ലൈക് ഒബിയസ്ലി ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിരിക്കും. പിന്നെ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഇവിടെ ഒബേ ചെയ്യും. BEയുടെ കേസിൽ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യില്ല. FDയുടെ കേസിൽ, ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കേസിൽ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യും. പിന്നെ അതിന്റെ ഹാഫ് ഇൻറ്റിജർ സ്പിൻ ആയിരിക്കും. ഹാഫ് ഇന്റഗ്രൽ സ്പിൻ എന്ന് നമ്മൾ പറയാം. ദാറ്റ് ഈസ് ഹാഫ് എച്ച് കട്ട് ആണ്. ഹാഫ് എച്ച് കട്ട് എന്ന് പറയുമ്പോൾ ഫെർമിയോൺസ് ആണ്. ബേസിക്കലി ഫെർമി ഡിറാക്കിന്റെ പാർട്ടിക്കിൾസിനെ പറയുന്ന പേരാണ് ഫെർമിയോൺസ്. അപ്പം അതിന്റെ ഒരു എന്താ പറയാ, നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്കറിയാവുന്ന ഇലക്ട്രോൺ ഉണ്ട്. ഇലക്ട്രോൺ ഫെർമിയോൺസ് ആണ്. ഹാഫ് ഇന്റഗ്രൽ സ്പിൻ ഉള്ള സാധനങ്ങളാണ് ഈ ഇലക്ട്രോൺ. BEയുടെ കേസിൽ നമ്മൾ ഫോട്ടോൺസ് പറഞ്ഞായിരുന്നു. ഓക്കെ, സോ ഓപ്ഷൻ നമ്പർ 1 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, a bullet of mass 10 gram moving horizontally with a speed of 500 meter per second passes through a block of wood of mass 1 kg initially at rest on a frictionless surface. The bullet comes out of the block with a speed of 200 meter per second. What is the final speed of a block? ഇവിടെ ബ്ലോക്കിലേക്ക് നമ്മൾ ഒരു ബുള്ളറ്റ് ഫയർ ചെയ്തു. അപ്പൊ ബ്ലോക്കിന്റെ ഫൈനൽ സ്പീഡാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങനെ കാണാം? മാസ് ഓഫ് ബുള്ളറ്റ് നമുക്കറിയാം M1, നമുക്ക് M1 ആയിട്ട് കൺസിഡർ ചെയ്യാം 0.01 kg. പിന്നെ അതേപോലെ തന്നെ ഇനീഷ്യൽ വെലോസിറ്റി 500 മീറ്റർ പെർ സെക്കൻഡ്സ് ആണ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഫൈനൽ വെലോസിറ്റി ബുള്ളറ്റിന്റെ എന്തായിരിക്കും? 0 ആയിരിക്കും. പിന്നെ മാസ് ഓഫ് ബ്ലോക്ക് M2 നമുക്ക് കൺസിഡർ ചെയ്യാം 1 kg ആണ്. പിന്നെ U2 അതായത് ബ്ലോക്ക് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ബ്ലോക്ക് ആണ്, അത് റെസ്റ്റിലായിരുന്നു. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി ബ്ലോക്കിന്റെ 0 ആണ്, U2 = 0. അതേപോലെ ഫൈനൽ വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് എത്രയാണ്? V ആണ്, ദാറ്റ് ഈസ് 200 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ U2 = 0 തെറ്റാട്ടോ. അത് ഞാൻ ലൈക്ക് അത് U2 = 0 എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ബ്ലോക്ക് ആണ്. ഇത് നിങ്ങൾ ഇത് ലൈക്ക് മൈൻഡ് ചെയ്യണ്ട. സോ ഇവിടെ ആക്ച്വലി V = 200 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആൻസർ വരിക. ഓക്കെ, ഫൈനൽ വെലോസിറ്റി ഓഫ് ബുള്ളറ്റ്. സോ ഇതാണ് നമുക്ക് ഉള്ള വാല്യൂസ്.
ഇനി നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? കൺസർവേഷൻ ഓഫ് മൊമെന്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ m1u1 പ്ലസ് m2u2 ഇനീഷ്യൽ മൊമെന്റം ഈസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം. ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ v1 ന്റെ വാല്യൂ നമുക്ക് കിട്ടും. v1 എന്താണ്? ഫൈനൽ വെലോസിറ്റി ഓഫ് നമ്മുടെ ബ്ലോക്ക്, ദാറ്റ് ഈസ് 3 മീറ്റർ പെർ സെക്കൻഡ്. സോ 3 മീറ്റർ പെർ സെക്കൻഡ് എത്രാമത്തെ ഓപ്ഷനോ? ഫോർത്ത് ഓപ്ഷൻ. ഓക്കെ, സോ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, a metal has a work function W0 is equal to 3.3 times 10 raised to minus 19 joules. വർക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് മെറ്റലിന്റെ. മിനിമം ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്, അതായത് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സിമ്പിൾ ആണ്, നമുക്കറിയാലോ. W0 is equal to നമുക്ക് തന്നിട്ടുണ്ട്, നമുക്കറിയാം h0 is equal to W0 ആയിരിക്കും, where nu0 is equal to threshold frequency. Threshold frequency എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഫ്രീക്വൻസി ടു ഇജക്ട് ആൻ ഇലക്ട്രോൺ ഫ്രം എ മെറ്റൽ സർഫസ്. ഓക്കെ, അപ്പോൾ nu0 നമുക്ക് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 3.3 times 10 raised to minus 19 divided by 6.6 times 10 raised to minus 34. That is 5 into 10 raised to 11 hertz. ഇതാണ് 5 into 10 raised to 14 hertz. 11 അല്ല, 14 hertz. That is ഓപ്ഷൻ നമ്പർ 3 ആണ് കറക്റ്റ് ആൻഡ് ഓപ്ഷൻ. ഓക്കെ, ഇനി അടുത്തത് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇൻ കേസ് ഓഫ് ബൈ പ്രിസം ദ കൊഹറന്റ് സോഴ്സസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ phenomenon of refraction. In a case of Lloyd mirror, coherent sources are produced by the phenomenon of refraction. നമുക്ക് ഇവിടെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും, രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് present in the radiation from an X-ray machine whose accelerating potential is 50,000 volt. അപ്പൊ എന്താണ്, ഒരു എക്സ്റേ മെഷീനിന് അതിന്റെ ആക്സലറേഷൻ പൊട്ടൻഷ്യൽ വന്നിട്ടുണ്ട് 50,000 വോൾട്ട് ആണ്. അതിന്റെ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്, ഓക്കെ, ഒരു എക്സ്റേ മെഷീനിൽ വരുന്ന റേഡിയേഷന്റെ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ആണ് നമ്മുടെ അടുത്ത് കാണാൻ പറയുന്നത്. അപ്പൊ എങ്ങനെ കാണാം? hc/λ0 is equal to ev naught. ഈ v naught എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ്, ദാറ്റ് ഈസ് നമ്മുടെ പൊട്ടൻഷ്യൽ ആണ്. ഓക്കെ, ഈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒബിയസ്ലി ഇലക്ട്രോണിന്റെ ഇതിന്റെ എനർജി, അതായത് ടോട്ടൽ എനർജിയാണ്, എനർജി ഓഫ് എമിറ്റഡ് ഫോട്ടോൺ ആണ്. അപ്പൊ എച്ച് നമുക്കറിയാം പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, സി നമുക്കറിയാം λ0 ആണ് നമുക്ക് കാണേണ്ടത്, മിനിമം വേവ് ലെങ്ത്. അപ്പോൾ hc/λ0 is equal to 50,000 ഇലക്ട്രോൺ വോൾട്ട്. hcയുടെ വാല്യൂ നമുക്കറിയാം 12,431 ആണ്, അതായത് 12,431 ആണ് hcയുടെ വാല്യൂ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ λ0 is equal to 0.248 ആംഗ്സ്ട്രോങ് കിട്ടും. ഇറ്റ്സ് പ്രിറ്റി സിമ്പിൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ λ0 നമുക്ക് കിട്ടും 0.248, ഓപ്ഷൻ നമ്പർ 2 ആണ്. ഇതാണ് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് കമ്മിങ് ഫ്രം എൻ എക്സ്റേ മെഷീൻ. ഓക്കെ, സോ ഇതിൽ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക്സ് അഗൈൻ.